ഒരു വല്ലാത്ത മോഷണത്തിന്റെ വാർത്തയിലേക്കാണ്. കണ്ണൂർ തളിപ്പറമ്പിലെ തീപിടുത്തത്തിനിടെ എതിർവശത്തെ ഹൈപ്പർ മാർക്കറ്റിൽ മോഷണമെന്ന് പരാതി. നെബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 10,000 രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. പർദ്ദയിട്ട് മുഖം മറച്ച് സ്ത്രീ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അരുൺ പൂപ്പറമ്പ കണ്ണൂർ ചെയ്യുന്നു. അരുൺ, ഒരു നാടൊന്നാകെ രക്ഷാദൌത്യത്തിന് ഇറങ്ങിയ സമയമാണ് ആ പർദ്ദയിട്ട മുഖം മറച്ചെത്തിയ സ്ത്രീ മോഷ്ടാവ് മോഷണത്തിന് അവസരമാക്കി കണക്കാക്കിയത് മോഷണം നടത്തിയത്. എപ്പോഴായിരുന്നു സംഭവം? ഈ പർദ്ദയിട്ട ആളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സുഹേൽ, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് തളിപ്പറമ്പ് നഗരത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തമുണ്ടായത്. വൻ തീപിടുത്തമാണ് ഉണ്ടായത്. വൈകിട്ട് 5 മണിയോടെയാണ് ആദ്യം ആ തീ പടരുന്നത്. അതേ സമയത്ത് തന്നെ ഈ റോഡിന്റെ എതിർവശത്ത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തീപിടുത്തമുണ്ടായ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ എതിർവശത്തുള്ള നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. അതേസമയം തന്നെയാണ് CCTV, അതായത് തീപിടുത്തമുണ്ടായ അതേസമയം തന്നെയാണ് CCTV ദൃശ്യത്തിലും രേഖപ്പെടുത്തി കാണുന്നത്. അതായത് സ്വാഭാവികമായി അത്രയും വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ റോഡിന് എതിർവശത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലെയും സ്ഥാപനങ്ങളിലൊക്കെ ആൾക്കാർ, അവിടുത്തെ ജീവനക്കാരൊക്കെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതിനിടെ അത് തക്കം പാർത്ത് മോഷണം നടത്തി എന്നതാണ് ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉടമയുടെ പരാതിയിൽ പറയുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ, ഒരു പർദ്ദയിട്ട് മുഖം മറച്ചിട്ടുള്ള ഒരു സ്ത്രീ അവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അത് സഹിതമാണ് തളിപ്പറമ്പ് പോലീസിൽ ഇപ്പോൾ നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യം മാത്രമാണ് നിലവിൽ തെളിവായിട്ടുള്ളത്. അതിൽ മുഖം മറച്ചതുകൊണ്ട് തന്നെ ആരാണെന്ന് ഇത് തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും മറ്റ് CCTVകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റിന്റെ പുറത്തുള്ള ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് ഈ സ്ത്രീയെ തിരിച്ചറിയാൻ കഴിയും എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്തായാലും അതാണ് തളിപ്പറമ്പിൽ അന്നേ ദിവസം ഉണ്ടായിട്ടുള്ളത്. അരുൺ, ഈ തീപിടുത്തത്തിന് മുമ്പേ ആൾ അവിടെ എത്തിയിരുന്നു, അതോ തീപിടുത്ത സമയത്ത് അവിടെ എത്തി ആ സമയം മുതലാക്കുകയായിരുന്നു? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ എത്തിയതാണോ അവിടെ? ഒരുപക്ഷെ നേരത്തെ ഈ സ്ത്രീ അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടാകാം. പെട്ടെന്ന് 5 മണിയോടെ ഈ തീപിടുത്തം ഉണ്ടാകുന്നു. തീപിടുത്തം ഉണ്ടായത് തന്നെ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്, നമുക്കറിയാം. അതുകൊണ്ട് സമീപത്തുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരും മറ്റെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഓടി മാറുകയും ശ്രദ്ധ അങ്ങോട്ട് പോവുകയും ചെയ്തു. അതിനിടെയാണ് അങ്ങനെ ഒരു തക്കം കിട്ടിയ ഉടൻ തന്നെ ഈ സാധനങ്ങൾ പെട്ടെന്ന് മോഷ്ടിച്ച തിരക്കിനിടയിൽ രക്ഷപ്പെട്ടു പോയത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം വേണം. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ആ സ്ത്രീയെ കണ്ടുപിടിച്ച് അത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ആവശ്യമുണ്ട്. എന്തായാലും ആ തക്കം നോക്കി മോഷ്ടിച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെയും ഒരു നിഗമനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.